അദ്ദേഹം ഇന്നൊരു കലാകാരനാണ്, വളരെയേറെ വായനാശീലമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ സവിനയം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ 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 നന്മകൾ നേർന്നുകൊണ്ട്, ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് വളരെ വിനീതനായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ ഒരു സിനിമ കാണാൻ പോയി, പുലിമുരുകൻ. അന്ന് രാത്രിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലെ കുട്ടിയുടെ തുടക്കം. കുഞ്ഞു പുലിമുരുകനായിരിക്കും. ഇന്നാ വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും എന്ന് പറയുന്നില്ലേ? അപ്പോഴെന്താ പറയുന്നത്? നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്ന് വേണ്ട ഓമലാതെ. നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് എന്താ പറയുക? നിന്നെ ഞാൻ ഇപ്പോഴേ കൊണ്ടുപോകാം, ഇന്നോ പിടിച്ചു വരാം ഓമലാതെ. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആശംസകൾ. നമസ്കാരം. ജയ്. ഞാൻ ആദ്യമായി സിനിമ കണ്ടത് തറയിൽ പോയിരുന്നു. എന്തിനാണ് ഈ അറിഞ്ഞൂടാത്ത പണിക്ക് പോണത്? ഈസി ആയിട്ടുള്ളത് നോക്കാം. ശ്രീ കല്ലേ സുഹു. വിഷ്ണുചേട്ടൻ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് എപ്പോഴാണ് കാണുന്നത്. ഗംഭീരമായ ഡാൻസ്, അതിനോടൊപ്പം വേറെ ഡാൻസേഴ്സും എല്ലാവരും ഒക്കെ ആയിട്ട് വളരെ നല്ലതായിട്ട് ഒരു
മലയാള സിനിമയിൽ എനിക്കൊന്ന് ഈ മാസം 14-ാം തീയതി അല്ലേ, നവംബർ 14-ാം തീയതി റിലീസാവുന്ന. ഇപ്പോൾ ഞാനും നമ്മുടെ മുകേഷും രചനായിട്ട് നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്തു. അപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നത്. എന്തായാലും അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, കാരണം അതിൻ്റെ പ്ലാനിങ് ഉണ്ട് തീർച്ചയായിട്ടും, അത് വിട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഞാൻ ജോയിൻറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി നമുക്ക് പഠിക്കാനുള്ളൊരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു പഠിക്കാനുള്ളൊരു സ്കൂള് പോലെയായി. പക്ഷെ സത്യം എല്ലാവരും അതിലൊരു ഡയറക്ടറാണെന്നോ അല്ലെങ്കിൽ അതിലൊരു പ്രൊഡ്യൂസറാണെന്നുള്ള രീതിയിലുള്ള എല്ലാവരും ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നു. അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. அப்போ நான் என்னுடைய சர்ச்சில் வந்து மற்ற